നിഴൽ വീണ മനസ്സും നിലാവുദിച്ച വഴിയും. ഒരു കാലത്ത് കൊച്ചി നഗരത്തിലെ തിരക്കേറിയ ഒരു പരസ്യ ഏജൻസിയിൽ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന മാധവൻ തൻ്റെ 30കളിലെത്തുമ്പോഴേക്കും ജീവിതത്തിൻ്റെ സകല ആവേശവും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. പുറമേ നോക്കുന്നവർക്ക് അവൻ വലിയൊരു വിജയിയാണ്, നല്ല ശമ്പളം, ഫ്ലാറ്റ്, കാറ്. എന്നാൽ ഉള്ളിൽ മാധവൻ ഓരോ ദിവസവും മരിക്കുകയായിരുന്നു. ഒരു വലിയ പ്രോജക്റ്റ് പരാജയപ്പെട്ടതും അതേസമയം തന്നെ ഉറ്റ സുഹൃത്തിൻ്റെ വിയോഗവും അവനെ തളർത്തി. രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ടു. പകൽ സമയങ്ങളിൽ ഓഫീസിലിരിക്കുമ്പോൾ നെഞ്ചിനകത്തൊരു ഭാരം കെട്ടിവെച്ചതുപോലെ തോന്നും. ആരോടും സംസാരിക്കാൻ താൽപ്പര്യമില്ല. ഒന്നിനും കൊള്ളാത്തവനെന്ന ചിന്ത അവൻ്റെ മനസ്സിലൊരു ചിലന്തി വല പോലെ പടർന്നു. അവൻ മെല്ലെ മെല്ലെ വിഷാദം, ഡിപ്രഷൻ എന്ന ആഴക്കടലിലേക്ക് താഴ്ന്നുപോയി. ഒരു ശനിയാഴ്ച വൈകുന്നേരം ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങിയ നിമിഷത്തിൽ മാധവൻ അലക്ഷ്യമായി തൻ്റെ പഴയ ഡയറി തുറന്നു. അതിൽ പണ്ടാരോ കുറിച്ചുവെച്ച ഒരു വരി അവൻ കണ്ടു: തീയില്ലാതെ പുകയുണ്ടാകില്ല. ആ വരി അവനെ വല്ലാതെ ആകർഷിച്ചു. തൻ്റെ ഉള്ളിലെ ആ പുകയുടെ ഉറവിടം കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. തിരിച്ചറിവിൻ്റെ ആദ്യ ചുവട്. അവനൊരു പേപ്പറും പേനയും എടുത്തു. തൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ നെഗറ്റീവ് ചിന്തയെയും അവൻ എഴുതാൻ തുടങ്ങി. എനിക്ക് ഒന്നിനും കഴിയില്ല, ഞാൻ പരാജയമാണ്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. എഴുതി കഴിഞ്ഞപ്പോൾ മാധവൻ ഒരു കാര്യം മനസ്സിലായി: ഈ ചിന്തകളെല്ലാം അവൻ്റെ മനസ്സ് തന്നെ കെട്ടിച്ചമച്ച കഥകളാണ്. യഥാർത്ഥത്തിൽ അവൻ പരാജയമല്ല, മറിച്ച് സാഹചര്യങ്ങൾ അവനെ തളർത്തിയതാണ്. പേപ്പറിൽ ചിന്തകൾ പകർത്തിയപ്പോൾ അവൻ്റെ മനസ്സിൻ്റെ വേഗത കുറഞ്ഞു. ഭാരം പകുതിയായി കുറഞ്ഞതുപോലൊരനുഭവം. മനസ്സ് തുറക്കൽ. മാധവൻ അടുത്തതായി ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനെ വിളിക്കുക എന്നതായിരുന്നു. വർഷങ്ങളായി അവൻ ആരോടും സംസാരിച്ചിരുന്നില്ല. അന്ന് ഫോണിലൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ തൻ്റെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞു. മാധവ, നിന്റെ ഉള്ളിൽ ഒരു കടലുണ്ട്, നീ വെറുമൊരു തുള്ളിയല്ല, അധ്യാപകൻ പറഞ്ഞു. ആ സംസാരം അവന് വലിയൊരു ആശ്വാസമായി. താൻ തനിച്ചല്ല എന്ന ബോധം അവനിൽ ശക്തി നിറച്ചു. മഹാമന്ത്രത്തിൻ്റെ ശക്തി. അടുത്ത കുറച്ചു ദിവസങ്ങൾ മാധവൻ തൻ്റെ ഉപബോധ മനസ്സിനെ പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചു. ദിവസവും പുലർച്ചെ എഴുന്നേറ്റ് അവൻ കണ്ണുകൾ അടച്ചിരുന്നു. തൻ്റെ പുരികക്കൊടികൾക്കിടയിൽ ഒരു സ്വർണ്ണ നക്ഷത്രം പ്രകാശിക്കുന്നത് അവൻ സങ്കൽപ്പിച്ചു. ആ നക്ഷത്രം താൻ തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ പോസിറ്റീവായ വ്യക്തിയാണ്. ഈ വരി അവൻ വെറുതെ പറയുകയല്ലായിരുന്നു. ഓരോ തവണ പറയുമ്പോഴും അതിൻ്റെ ആഴം അവൻ അനുഭവിച്ചു. ഒരു ദിവസം 108 തവണ അവൻ ഇത് ആവർത്തിച്ചു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ മനസ്സിതിനെ എതിർത്തു. നീ വെറും മടിയനാണ് എന്നു മനസ്സു മന്ത്രിച്ചു. പക്ഷേ മാധവൻ വിട്ടുകൊടുത്തില്ല. അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു: ഞാൻ പ്രപഞ്ചത്തിൻ്റെ പുത്രനാണ്, ഞാൻ മഹാനായ വ്യക്തിയാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാധവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവൻ്റെ മുഖത്തെ ഇരുട്ടടഞ്ഞ ഭാവം മാറി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാധവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവൻ്റെ മുഖത്തെ ഇരുട്ടടഞ്ഞ ഭാവം മാറി ഒരു ശാന്തത വന്നു. ഓഫീസിൽ പോകുമ്പോൾ അവന് ഭയം തോന്നിയില്ല. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ അവനെ ബാധിക്കാതെയായി. തൻ്റെ ഉള്ളിലെ ശക്തി ഉണർന്നത് അവൻ തിരിച്ചറിഞ്ഞു. അവൻ തൻ്റെ പഴയ ഡിസൈനുകൾക്ക് പകരം കൂടുതൽ തെളിച്ചമുള്ള, ആത്മവിശ്വാസം നൽകുന്ന ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. മാറ്റം. ഇന്ന് മാധവൻ പഴയ മാധവനല്ല. അവൻ വിഷാദത്തെ അതിജീവിച്ചു എന്നു മാത്രമല്ല, തന്നെപ്പോലെ കഷ്ടപ്പെടുന്ന അനേകം പേർക്ക് വഴികാട്ടിയാവുകയും ചെയ്യുന്നു. അവൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്: നമ്മുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. അവിടെ നെഗറ്റീവ് ചിന്തകളാകുന്ന കളകൾ വളരാൻ അനുവദിക്കരുത്. പകരം പോസിറ്റീവ് ചിന്തയുടെ വിത്തുകൾ പാകുക. വിഷാദത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഒരു യാത്ര. നമസ്കാരം. മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിത സാഹചര്യങ്ങൾ സങ്കീർണമാകുമ്പോൾ നമ്മളിൽ പലരെയും വേട്ടയാടുന്ന ഒന്നാണ് മാനസിക സമ്മർദ്ദം. ഇത് ക്രമേണ വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുന്നു. ബന്ധങ്ങളിലെ വിള്ളലുകൾ, സാമ്പത്തിക തകർച്ച, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ ഇവയെല്ലാം നമ്മുടെ മനസ്സിൻ്റെ സമാധാനം കെടുത്തുന്നു. എന്നാൽ നിങ്ങളുടെ മനസ്സിനെ വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടക്കാം. പ്രശ്നത്തിൻ്റെ വേരുകൾ കണ്ടെത്തുക.
വിഷാദത്തെ ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്നതാണ്. ഒരു സ്ഥലത്ത് പുക ഉയരുന്നത് കണ്ടാൽ വെറുതെ ഫാനിട്ട പുക മാറ്റാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. പുക മാറണമെങ്കിൽ എവിടെയാണ് തീ കത്തുന്നത് എന്ന് കണ്ടെത്തി അതണയ്ക്കണം. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയും ഇതുപോലെയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് വിഷമിക്കുന്നത്? ഏതു സാഹചര്യമാണ് നമ്മളെ തളർത്തുന്നത്? ഇത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയാറില്ല. ഇതിനൊരു പോംവഴിയുണ്ട്. ശാന്തമായി ഒരിടത്തിരിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ ചിന്തയെയും ശ്രദ്ധിക്കുക. അവയൊരു പേപ്പറിൽ എഴുതി വയ്ക്കാൻ തുടങ്ങുക. നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. കാടുപോലെ പടർന്നു പന്തലിച്ചു കിടക്കുന്ന നിങ്ങളുടെ ചിന്തകളുടെ വേഗത കുറയാൻ തുടങ്ങും. ആ പേപ്പറിൽ നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ പിന്നീട് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഏതോ ഒരു നിസ്സാര കാര്യത്തിലോ അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നത്തിലോ ആണ് നിങ്ങളുടെ മനസ്സ് ഉടക്കിക്കിടക്കുന്നതെന്ന്. സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇതാണോ എൻ്റെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം? ഈ സ്വയം വിശകലനം ഡിപ്രഷനിൽ നിന്നുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. മനസ്സിനെ ഭാരമുക്തമാക്കുക. ഡിപ്രഷന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഉള്ളിലുള്ള വേദനകൾ പുറത്തു പറയാതെ അടക്കി വെക്കുന്നതാണ്. മനസ്സിനുള്ളിൽ വിങ്ങുന്ന വേദനകൾ ഒരു ഭാരമായി നമ്മളെ കീഴ്പ്പെടുത്തുന്നു. ഇത് മാറ്റാൻ ഏറ്റവും നല്ല വഴി പങ്കുവെക്കലാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, നിങ്ങളെ കേൾക്കാൻ തയ്യാറുള്ള ഒരു സുഹൃത്തോ ബന്ധുവോ ഉണ്ടെങ്കിൽ അവരോട് മനസ്സ് തുറക്കുക. എന്നാൽ പലപ്പോഴും നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായേക്കാം. അവിടെയാണ് പ്രപഞ്ചത്തിന്റെ പ്രസക്തി. ആരുമില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനോട് സംസാരിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ പ്രപഞ്ചത്തിന്റെ നാഥന് ഒരു കത്തായി എഴുതുക. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ആ ശക്തിക്ക് സമർപ്പിക്കുക. മനസ്സു തുറന്നു സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ഊർജം പുറത്തേക്ക് പോവുകയും മനസ്സ് ഭാരം കുറഞ്ഞതാവുകയും ചെയ്യുന്നു. പോസിറ്റീവ് ചിന്തകളുടെ വിത്തുപാകുക. വിഷാദരോഗം അനുഭവിക്കുന്ന ഒരാളുടെ മനസ്സിൽ എപ്പോഴും മുഴങ്ങുന്ന ഒരു ചിന്തയുണ്ട്: ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ എന്നെക്കൊണ്ട് ഒരു ഉപകാരവുമില്ല എന്ന കുറ്റബോധം അവരെ വേട്ടയാടുന്നു. ഇത് നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു ചക്രവ്യൂഹമാണ്. ഈ ചക്രവ്യൂഹം തകർക്കാൻ പവർഫുള്ളായ ഒരു ചിന്ത നമ്മൾ ബോധപൂർവം വളർത്തിയെടുക്കണം. അതിതാണ്: ഞാനൊരു മഹാനായ ആത്മാവാണ്. നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്. പ്രപഞ്ചത്തിൻ്റെ പുത്രനാണ്, പുത്രിയാണ്. ആ ശക്തിയുടെ രചന ഒരിക്കലും മോശമാകാൻ കഴിയില്ല. നിങ്ങളുടെ പുരികക്കൊടികൾക്കിടയിൽ പ്രകാശിക്കുന്ന ഒരു സ്വർണ്ണ നക്ഷത്രത്തെ സങ്കല്പിക്കുക. ആ സ്വർണ്ണ നക്ഷത്രമാണ് നിങ്ങൾ. ശാന്തമായ, ശക്തമായ, ദിവ്യമായ ഒരു പ്രകാശം. ഈ പോസിറ്റീവ് ചിന്ത നിങ്ങളുടെ മനസ്സിലെ ഇരുട്ടിനെ മാറ്റുന്ന സൂര്യപ്രകാശമായി മാറും. പലതവണ എന്ന മഹാമന്ത്രം, സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ്. എന്തുകൊണ്ടാണ് നമ്മളൊരു കാര്യം ആവർത്തിച്ച് പറയണമെന്ന് പറയുന്നത്? ഒരു ചിന്ത 108 തവണ ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഒരു രോഗിക്ക് മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നത് പോലെ ഈ പോസിറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിലെ മുറിവുകളെ ഉണക്കുന്നു. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിനു മുൻപും ഞാൻ പോസിറ്റീവായ വ്യക്തിയാണ് എന്ന് 108 തവണ മന്ത്രം പോലെ ഉരുവിടുക. ഇത് നിങ്ങളുടെ മനസ്സിലെ പഴയ നെഗറ്റീവ് ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ആൻറ്റിവൈറസ് പ്രോഗ്രാം പോലെ പ്രവർത്തിക്കും. എത്രത്തോളം നിങ്ങളിത് ആവർത്തിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ഈ നിമിഷത്തിൽ നിങ്ങളുടെ ആത്മീയ ശക്തിയെ ഉണർത്തുക. വിഷാദമെന്നത് മാറ്റാൻ കഴിയാത്ത ഒരവസ്ഥയല്ല. പ്രശ്നത്തിൻ്റെ കാരണം കണ്ടെത്തുക. ആ മനസ്സിൽ പ്രപഞ്ചശക്തിയെ പ്രതിഷ്ഠിക്കുക. ഞാൻ പോസിറ്റീവായ വ്യക്തിയാണ് എന്ന ബോധത്തിൽ ജീവിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ ഏതൊരു കഠിനമായ ഡിപ്രഷനെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും. നിങ്ങൾ തനിച്ചല്ല. ആ പരമശക്തിയുടെ പ്രകാശം എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. പോസിറ്റീവായ പാതയിലേക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർക്കുക, ഇരുട്ടിന് ശേഷമാണ് എപ്പോഴും പ്രകാശം വരുന്നത്. നിങ്ങളുടെ മനസ്സിലെ കരുത്ത് വീണ്ടെടുക്കാനുള്ള യാത്ര ഇന്നു തന്നെ തുടങ്ങൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇത് മറ്റൊരാൾക്ക് കൂടി പങ്കുവയ്ക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചെറിയ ഷെയർ
ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഇതുപോലുള്ള കൂടുതൽ ചിന്തോദ്ദീപകമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഞാൻ പോസിറ്റീവാണ് എന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു പോസിറ്റീവ് ചിന്തയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി. പ്രപഞ്ചശക്തിക്ക് നന്ദി.